ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആവേശത്തോടെ കാത്തിരിക്കുമായിരിക്കും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്കും കമൻറ്റും അടിക്കാനെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈക്കും പിന്നെ കമൻറ്റ് വീഡിയോ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. കാരണം ഇന്ന് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക? ശരിയല്ലേ? ഇന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുക? അറ്റ്ലീസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെങ്കിലും, ഗ്രൂപ്പിൽ ഏകദേശം 1000 പേർക്കടുത്തുണ്ട്. അപ്പോൾ അവരിൽ എത്ര പേരെന്ന് കമൻറ്റ് ചെയ്യുന്നത് കണ്ടറിയണം. ഓക്കെ, എനിവേ എന്തെങ്കിലും ആട്ടെ. അപ്പം നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. ഇന്ന് മാർക്കറ്റ് എത്തുന്നതിന് മുന്നേ, ഇതിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ, ഇന്നലെ ഞാൻ വീഡിയോ നിർത്തിയപ്പം എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? മിനിഞ്ഞാന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പം ലാസ്റ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്തിയായിരുന്നു അല്ലേ? മാർക്കറ്റിൽ പൊട്ടലിനുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. പക്ഷേ ഇന്നലെ നമ്മൾ വീഡിയോയിൽ കുറേ സംസാരിച്ചു. പതിവിൽ കൂടുതൽ നമ്മൾ സംസാരിച്ചപ്പം അവസാനം ഞാൻ പറഞ്ഞു നിർത്തിയത് എന്താണ്? മാർക്കറ്റിൽ നിന്നൊരു ഗ്യാപ്പ്. അന്നേരം ഇപ്പം നമുക്ക് ഒരു പ്രതീക്ഷയില്ല മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ള കാര്യം. പക്ഷെങ്കിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും ഇപ്പോഴത്തെ സെൻറ്റിമെൻസും വെച്ചിട്ട് നാളെ മാർക്കറ്റ് ഗ്യാപ്പപ്പിനുള്ള സാധ്യതയാണ് എന്ന് ഞാൻ പറഞ്ഞാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത്. എന്തായാലും ആ പറഞ്ഞ പോലെ തന്നെ ഈശ്വര കടാക്ഷം കൊണ്ട് ഇന്ന് രാവിലെ മാർക്കറ്റ് ഏകദേശം 80 പോയിൻറ്റോളം ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? അപ്പോൾ നമ്മൾ രാവിലെ വീഡിയോ ഇട്ടു അല്ലേ? നമ്മൾ രാവിലെ വീഡിയോ ഇട്ടപ്പം നമ്മൾ എന്താ പറഞ്ഞത്? നമുക്ക് പറഞ്ഞത് ഈ 25,500 സസ്റ്റെയിൻ ചെയ്യണം. 25,000 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഡോട്ടഡ് ലൈനിൽ. ഇത് മാർക്കറ്റ് ഇതിന് മുകളിൽ 25,500 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ടൊരു അപ്സൈഡ് ഉണ്ട് ഇല്ലേ? ആ അപ്സൈഡ് ഈ ബോക്സിൻ്റെ വാതിൽ വരെയാണ്. ബോക്സിൻ്റെ വാതിലിന് ശേഷം ഈ കൂട്ടിനകത്തോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ടാർഗറ്റ് നമുക്ക് കൂടിൻ്റെ മുകളിൽ വരെയാണ് ഇല്ലേ? ഇങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? ആ കൂടിന് ശേഷം ഈ കൂട് പൊട്ടിച്ച് പുറത്ത് പോകാൻ ശ്രമിച്ചാൽ നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഷോർട്ട് കവറിങ് നടക്കും, നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ചു വരും. ഇതാണ് നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞു വെച്ചിരുന്നത് ഇല്ലേ? രാവിലെ പറഞ്ഞ പോലെ തന്നെ 80 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ആ ഓപ്പണിങ് തന്നെ സസ്റ്റെയിൻ ചെയ്തു. കുറച്ച് മുകളിലോട്ട് പോയി, കുറച്ച് നേരം കൂടിൻ്റെ വാതിൽക്ക കടന്ന് ആടി കളിച്ച് കൂട്ടിലോട്ട് കയറാൻ മടി കാണിച്ച് അവസാനം കൂട്ടി കയറി കഴിഞ്ഞ ശേഷം കൂടിൻ്റെ മുകളിലെത്തി ഇല്ലേ? ഇവിടെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ആക്ഷൻ ആരംഭിച്ചു. എന്താണ് നമ്മൾ ആക്ഷൻ ആരംഭിച്ചത്? ഇവിടെ വെച്ച് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കി ഇല്ലേ? ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയപ്പോൾ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ വെച്ചാണ് നമ്മൾ ഈ കൂട്ടിലോട്ട് കയറിയപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് കൂട്ടിലോട്ട് കയറിയപ്പോഴാണ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയത് ഇല്ലേ? അപ്പോൾ നമുക്ക് എന്താ നോക്കിയത്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ നോക്കിയാൽ ഇതായിരുന്നു നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അന്നേരം ഇപ്പോൾ ഞാനിട്ട സ്ക്രീൻഷോട്ട് ഇതായിരുന്നു ഇല്ലേ? അപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൽ നമുക്ക് എന്താണ് ഞാൻ ഇതിൽ പറഞ്ഞതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് കേൾക്കാം എന്താണ് പറഞ്ഞതെന്ന്. അതിനുശേഷം ബാക്കി കാര്യത്തിലോട്ട് വരാം. നിങ്ങൾ ഈ കാണുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ടാണ്. അപ്പം ഈ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് നോക്കിയാൽ എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഞാൻ പറയാം. 25,600 എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ കോൾ റൈറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഒന്ന് മാർക്കറ്റ് ഇപ്പോൾ ഓടുന്നത് 25,577 600 നല്ലപോലെ കോൾ റൈറ്റിംഗ് ഉണ്ട്, 650 500 ഒരുവിധം ഭേദപ്പെട്ട രീതിയിൽ കോൾ റൈറ്റിംഗ് ഉണ്ട്, 550 കോൾ റൈറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾ സൈഡാണ് റൈറ്റിംഗ് കൂടുതൽ, പുട്ട് സൈഡ് കുറവാണ്. അപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, മുകളിലോട്ട് നമുക്കൊരു അപ്സൈഡ് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ 25,600 കടന്നെങ്കിൽ മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ നമ്മുടെ ചാർട്ടിനകത്തിൽ കൂട് പൊട്ടിച്ച് പുറത്തിറങ്ങിയെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് പിന്നെ അവിടെ അങ്ങോട്ട് കൺഫേം ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എത്ര ഹൈ പോയാലും മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 600 പൊട്ടാത്തിടത്തോളം കാലം ഒന്നുകിൽ ആ കൂട്ടിനകത്ത് കിടന്ന് കളിക്കും, അല്ലെങ്കിൽ ആ കൂട് പൊട്ടിച്ച് മുകളിലോട്ട് പോകണമെങ്കിൽ ഓക്കെ, നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാം. ഇല്ല, കൂട്ടിനകത്ത് കയറാതെ വീണ്ടും തിരിച്ച് താഴോട്ട് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഡൗൺ സൈഡ് നമുക്ക് കാണേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം. ഒരു അടുത്ത അരമണിക്കൂർ നമുക്കൊരു നിർണായകമായിരിക്കും. ഓക്കെ, നിങ്ങൾ സമയാസമയങ്ങളിൽ നിങ്ങൾ ഓക്കെ. അപ്പം നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇവിടെ വെച്ചാൽ നമ്മൾ വോയിസ് ഇട്ടത്. ഇത് കൂട്ടിൽ കയറി
ഇതിനകത്ത് മാർക്കറ്റ് ഇവിടെ വെച്ചാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് നോക്കി 600 നമ്മൾ കോൾ റേറ്റിംഗ് ധാരാളം ഉണ്ട്, 500 കോൾ റേറ്റിംഗ് ഉണ്ട്, കോൾ റേറ്റിംഗ് ആണ് കൂടുതലെന്ന് പറഞ്ഞു. ഇനി ഒരു പക്ഷേ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ കൂട് പൊട്ടിച്ച് മുകളിലോട്ട് പോയെങ്കിൽ നമുക്ക് അപ്സൈഡ് ഉള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് താഴോട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. മാർക്കറ്റ് ഇവിടുന്ന് പിന്നെ റാലി ചെയ്ത് ഈ കൂടിൻ്റെ വാതിക്കലിലെത്തി ഇല്ലേ, കൂട് പൊട്ടിച്ചിറങ്ങാത്ത ഇറങ്ങേണ്ട ആ സ്ഥലത്ത് സാധനം എത്തി. അതിനുശേഷം പിന്നെ എന്താ സംഭവിച്ച കാര്യം നമുക്ക് നോക്കാം. മാർക്കറ്റ് ഇതാ കണ്ടോ, ഇവിടുന്ന് കയറി, അന്നേരം ഇട്ട സ്ക്രീൻഷോട്ടാണ്. മാർക്കറ്റ് ഇവിടുന്ന് കയറി നേരെ കൂടിൻ്റെ വാതിക്കലെത്തി ഇല്ലേ. ഇവിടെ ഇത് എൻട്രൻസ്, ഇത് എക്സിറ്റ്, അങ്ങനെ കണക്കാക്കിയാൽ മതി. ഇത് എൻട്രൻസ്, ഇത് എക്സിറ്റ്. അപ്പോൾ എൻട്രൻസിൽ കൂടെ കയറി അടുത്ത വാതിൽ കൂടെ, എക്സിറ്റ് വാതിൽ കൂടെ ഇറങ്ങണം ഇല്ലേ. ഇറങ്ങാൻ വേണ്ടി ഇവിടെ വന്ന് കാത്തു നിൽക്കുകയാണ്. പക്ഷേ ഇറങ്ങിയോ? ഇല്ല. ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചു ഇല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അങ്ങനെ മുകളിലോട്ട് പറക്കും എന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് എന്ത് ചെയ്തു, വരുത്തി തീർത്തു. എല്ലാവരെ കൊണ്ട് എടുപ്പിച്ചു, പണി മേടിച്ചു, ഓക്കെ, സാധനം അവിടുന്ന് നേരെ മുകളിലോട്ട്. അപ്പോൾ നമ്മളവിടെ വീണ്ടും നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയപ്പോൾ എന്താണ് 644 എത്തി മാർക്കറ്റ്. പക്ഷേ നമ്മൾ കറക്റ്റ് ടോപ്പിലെത്തി ഇല്ലേ. അപ്പോൾ ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ളതാണ് ചോദ്യം. അപ്പം ഞാൻ ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇട്ട് 600 പുട്ട് റേറ്റിംഗ് കൂടി കോൾ റേറ്റിംഗ് കുറവാണ്. പിന്നെ പക്ഷെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എന്താ പറയുന്നത്, എമണ്ടൻ 2 ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ പുട്ട് റേറ്റിങ്ങിന് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം ചെറിയ രീതിയിലാണെങ്കിലും കോൾ റേറ്റിംഗ് ആണ് വളരെ കൂടുതൽ. അതായത് മാർക്കറ്റ് ഏത് നിമിഷവും ഒരു ബെയറിഷ് കരടിയുടെ പിടിയിൽ അകപ്പെടും എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ഈ കാണുന്ന അടുപ്പിച്ചുള്ള കോൾ റേറ്റിംഗ് ഒക്കെ തോന്നുന്നത്. കാരണം അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തേക്കുക, അങ്ങോട്ട് കയറി കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കി ഇത് ഈ വോയിസ് എന്താ നമുക്ക് കേട്ട് നോക്കാം. നേരത്തെ കോൾ റേറ്റിംഗ് ആയിരുന്നു കൂടുതൽ, ഇപ്പം പുട്ട് റേറ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടി. 600 നേരത്തെ കോൾ റേറ്റിംഗ് ആയിരുന്നു കൂടുതൽ, ഇപ്പം പുട്ട് റേറ്റിംഗ് കൂടി. പക്ഷേ എന്നാലും മാർക്കറ്റിന് ഒരു സ്ട്രക്ചറും ബിഹേവിയറും കാണുമ്പം അത് അത്ര അങ്ങോട്ട് സുഖകരമായിട്ട് തോന്നില്ല. വലിയൊരു ഫർദർ ഒരു മുകളിലോട്ടൊരു മൂവ്മെന്റ് നമുക്ക് അങ്ങോട്ട് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് കാണുമ്പം നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. ഇനി എന്തായാലും നോക്കാം. ഈ കേട്ട അത്ര വിശ്വാസം പോരാ. നമ്മുടെ കൂട് പൊട്ടിച്ച് ഒരു 15 മിനിറ്റ് നേരം നല്ല രീതിയിൽ മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ ഞാൻ ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും താഴോട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സ്ട്രക്ചർ ഓക്കെ, വെരി ക്ലിയർ ആയിട്ട് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഇടാനങ്ങോട്ടൊരു പേടി, നിങ്ങൾ എന്റെ പൊങ്കാലയുടെ ഉള്ളെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സ്ട്രക്ചർ വെച്ച് നമുക്ക് മുകളിലോട്ട് പോകാൻ പ്രതീക്ഷയില്ല ഇല്ലേ. ഓപ്പൺ ഇൻട്രസ്റ്റ് റോങ് ആണ് കാണിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് മുകളിലോട്ട് പോകുമെന്ന് കാണിക്കുന്നെങ്കിലും നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചും ഇത്രയും നാളത്തെ ആ ചാർട്ടുള്ള പരിചയം വെച്ച് നമുക്ക് നോക്കുമ്പോൾ മാർക്കറ്റിന് ഒരു സ്ട്രെങ്ത് മുകളിലോട്ട് പോകാൻ ഇല്ല. അപ്പോൾ ഞാനിത് ഓൾറെഡി മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈ ഒരു സെറ്റപ്പ് വരച്ച് വെച്ചു. പക്ഷേ എനിക്ക് ഇടാൻ ഒരു ചെറിയ മടിയായിരുന്നു. കാരണം ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നത് വളരെ കുറച്ച് പ്രതിസന്ധികൾക്കൂടാണ് കടന്നു പോകുന്നത്. കാരണം പല രീതിയിലും നമുക്ക് കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കൊരു പേടി പോലെ തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെ പഠനം, നമ്മളെന്താണോ പഠിച്ചത് നമ്മൾ പറയുന്നു. ഓക്കെ, അത് ശരിയാകാം തെറ്റാകാം, എങ്കിലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലേ. ഇപ്പോൾ ഈ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റും. അപ്പോൾ സംഭവിക്കുന്നതിന് മുന്നേ നമ്മൾ പറയുമ്പോഴാണ് ആ പറയുന്ന കാര്യത്തിന് ഒരു ആധികാരികത ഉണ്ടാകുന്നില്ല. അല്ലേ നമ്മുടെ പഠനം കറക്റ്റ് ആകുന്നത് എപ്പോഴാണ്? നമ്മൾ ആ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുന്നേ പറയുമ്പോഴാണ്. ഇല്ലേ, സംഭവിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വരച്ച് വെച്ചു. ഇവിടെ എത്തിയപ്പോഴത് വരച്ച് വെച്ച് പിന്നെ ഞാൻ ഇത്രയും കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം മാർക്കറ്റ് ഞാൻ വിചാരിച്ച വഴിക്ക് തന്നെ വരുന്നത്. അപ്പം പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ എന്ത് ചെയ്തു, ഈ സ്ട്രക്ചർ ഞാൻ ഗ്രൂപ്പിലിട്ടു. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ പങ്കാളിടല്ല. കാരണം നമുക്ക് പിന്നെ പൊതുജനം പലവിധമാണ്, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പം ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടന്നു കൊടുക്കണ്ട, പങ്കാളിയുടെ ബഹളമായിരിക്കും. അപ്പോൾ ഈ ചെയ്ത 99 നല്ല കാര്യങ്ങൾ നമ്മൾ മറന്നുവിട്ട് ആ ഒറ്റ കാര്യം മാത്രം പൊക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യും, ആൾക്കാർ നമ്മളെ പൊങ്കാലയിടും. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു മടി വിചാരിച്ചു. എങ്കിലും രണ്ടും കൽപ്പിച്ച് ഞാൻ ഇട്ടു. ഞാൻ ആ വോയിസ് കൂടി ഇടാം. ഇതാണ് എൻ്റെ മനസ്സിൽ ഒരു സ്ട്രക്ചർ, ഞാൻ ഈ പറഞ്ഞ സ്ട്രക്ചർ. പക്ഷെങ്കിൽ ഇത് തെറ്റിപ്പോകാൻ സാധ്യത കാണാം. ഞാൻ പിന്നെ അഡ്വാൻസ് ഇടം കിട്ടുന്നേ ഉള്ളൂ. പൊങ്കാല പ്രതീക്ഷിച്ചുകൊണ്ടാണ്. കാരണം ഇതൊക്കെ വാങ്ങിച്ച് എന്നെ പൊങ്കാല ഇടാൻ കാത്തിരിക്കുന്ന ധാരാളം ആൾക്കാർ എനിക്ക് ചുറ്റുമുണ്ട്. ശത്രുക്കൾ കൂടി വരുവാണ്. അപ്പോൾ എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് ഇടുന്നത് മാത്രമേ ഉള്ളൂ. അത് തെറ്റാകാം ശരിയാകാം, ഞാൻ ദൈവമൊന്നുമല്ലല്ലോ. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഒന്ന് സംഭവിക്കുന്നതിന് മുന്നേ ഇടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ
ഒന്നുമില്ലെങ്കിൽ പറയാമല്ലോ. സംഭവിച്ചതിന് ശേഷം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പൊങ്കാല പ്രതീക്ഷിച്ചതിന് ഇങ്ങോട്ട് കാണാം. ഓക്കെ, എത്രത്തോളം കിട്ടാൻ പറ്റുന്നു അത്രത്തോളം കിട്ടട്ടെ. എഗൻസ്റ്റ് പോകുന്നു എഗൻസ്റ്റ് പോട്ടെ, എന്തായാലും പൊങ്കാല മേടിക്കാൻ തയ്യാറാണ്. അപ്പം ഇതാണ് സംഭവം ഇട്ടത്. അതിനുശേഷം മാർക്കറ്റ് ഏകദേശം 1 മണിക്കൂറുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറേ നേരം ആടിക്കളിച്ച് പെതുക്കെ താഴോട്ട് വന്നു. എന്തായാലും ഈശ്വര കടാക്ഷം എന്ന് പറയാം. ഈശ്വര കടാക്ഷം കൊണ്ട് തന്നെ പറയാം, നമ്മുടെ കഴിവ് മാത്രം പോരായല്ലോ, ദൈവാധീനം കൂടെ വേണം നമുക്ക്. ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്ന കഴിവ് മാത്രമല്ല, അവന് കുറച്ച് ദൈവാധീനം കൂടെ വേണം, ഇല്ലേ? അപ്പോൾ ആ ദൈവാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല, ആ ദൈവാധീനത്തിൻ്റെ എന്താ വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ. ഓക്കെ, അപ്പം അങ്ങനെ മാർക്കറ്റ് എന്ത് ചെയ്തു, പതുക്കെ താഴോട്ട് ഇറങ്ങി വന്നു. ഇതാ നോക്ക്, നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ബോക്സ് കൂടെ പൊട്ടിച്ച് നേരെ നമ്മൾ എവിടെയാണോ വരച്ചത് മാർക്കറ്റ് അവിടെ എത്തി. ഇത്രയും പറഞ്ഞാൽ മതി, ബാക്കി കൂടുതൽ പറയേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും ഇനി ഒരു കാര്യം പറയാം, ഇതിനൊരു മറുവശം ഉണ്ട്, അത് നിങ്ങൾ മറന്നു പോകരുത്. എപ്പോഴും ഇതിനൊരു മറുവശമുണ്ട്. അപ്പം ലാഭം കിട്ടുമ്പം അമിത സന്തോഷവും നഷ്ടം വരുമ്പം അമിത നിരാശയും നമ്മളെ ഭരിക്കാൻ പാടില്ല. അപ്പം പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ്, സാറേ ഇവിടെ ഞങ്ങൾ സി എടുത്തായിരുന്നു, പക്ഷേ സാറിൻ്റെ ഈ ഒരൊറ്റ വോയിസിൻ്റെ പുറത്ത് ഞങ്ങൾ സി ഒഴിവാക്കി നഷ്ടത്തിൽ നിന്ന് ഞങ്ങൾ കയറി തിരിച്ച് ഞങ്ങൾ പി എടുത്തു എന്ന് പറഞ്ഞ് ധാരാളം പേര് മെസ്സേജ് അയച്ചു. ഓക്കെ, നന്ദി, സമ്മതിച്ചു, നിങ്ങളെടുത്ത് തീരുമാനത്തിനൊക്കെ നന്ദി. പക്ഷേ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം എടുക്കണം, ഒരാളെയും ഞാനെന്നല്ല ആരെയും നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനമുണ്ട്, അല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ട്, മനസ്സിലായോ? ആ ട്രേഡിംഗ് സെറ്റപ്പുമായിട്ട് യോജിച്ച് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കി കാണുകയെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, എന്തായാലും എല്ലാവർക്കും കൈ നിറച്ച് പ്രോഫിറ്റ് കിട്ടി. നമ്മൾ 12:30 ആയപ്പോൾ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചു, ഇല്ലേ? അപ്പം ഇത്രയും ഇനിയിപ്പോൾ കൂടുതൽ പറയാനൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താം. ഓക്കെ, ഇനിയിപ്പം നാളെ സംസാരിക്കാൻ പോകുന്ന കാര്യം, നാളെ നമുക്ക് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല നാളത്തെ കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നമ്മുടെ ട്രംപും ഖമേനിയുടെ ടീംസുമായിട്ട്, ഇറാൻ്റെ ടോപ്പ് ഒഫീഷ്യൽസുമായിട്ട് നാളെ US-ഉം ഇറാനുമായിട്ട് ചർച്ച നടക്കുകയാണ്. നാളെ സ്വിറ്റ്സർലൻഡ് വെച്ചാണ്, ജനീവ വെച്ചാണ് ചർച്ച നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രവചനാതീതമാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അന്നേരം ഞാനിപ്പോൾ എന്തോ പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. ചാർട്ട് ഇട്ടാലും ബാക്കി എന്ത് ന്യൂസുകൾ പറഞ്ഞാലും ഇതൊന്നും അതിനെ വെല്ലുന്ന ന്യൂസുകളല്ല. അതുമാത്രമല്ല, ഈ ചർച്ച തുടങ്ങുന്നതിന് മുന്നേ ട്രംപിൻ്റെ വായിൽ നിന്ന് എന്തൊക്കെ വർത്തമാനമാണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ല, മനസ്സിലായി പറഞ്ഞേ. അപ്പോൾ ആ പുള്ളിയുടെ വായിലെ നാക്കിൻ്റെ കനം പോലിരിക്കും നമ്മളുടെ എല്ലാ മാർക്കറ്റും. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം ഞാനിപ്പം ചാർട്ടുകളെ പറ്റി ലെവലുകളെ പറ്റി ഒന്നും സംസാരിക്കില്ല. കാരണം സംസാരിച്ചിട്ട് കാര്യമില്ല, നമ്മൾ വെറുതെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ലെവലുകളൊക്കെ നമുക്കിവിടെ ഉണ്ട്. നാളെ നമുക്ക് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ മാത്രം ഞാൻ ഇന്ന് പറഞ്ഞ അതേ വാചകം തന്നെ പറയാനുള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. എന്താണ് പറയാനുള്ളത്? 25,500 മുകളിൽ നിൽക്കണം. ഇപ്പോൾ 25,500 താഴെയാണ് ക്ലോസിങ് കിട്ടിയിരിക്കുന്നത്. 25,500 മുകളിൽ മാർക്കറ്റ് നിൽക്കണം. ഈ സാധനം ഇപ്പോഴും വാലിഡാണ്, ഈ ബോക്സ് ഇപ്പോഴും വാലിഡാണ്. ഈ പറയുന്ന പോലെ തന്നെ നാളെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,500 മുകളിൽ നിന്ന് ഈ കൂട്ടിനകത്ത് കയറി മാർക്കറ്റ് മുകളിലോട്ട് പോകണം. ഇല്ല, ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന 25,687 എത്തണം. ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത ശേഷം താഴോട്ട് വരുമോ മുകളിലോട്ട് വരുമോ നമുക്കറിയത്തില്ല, എന്താ സംഭവിക്കാൻ പോകുന്നത്. നാളത്തെ സ്ട്രക്ചർ നമുക്കറിയാൻ പറ്റത്തില്ല. താഴോട്ടിനി ഒരു ഹ്യൂജ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ നല്ല ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25,333 അവിടെ എന്ത് സംഭവിക്കും നോക്കുക. അതിൻ്റെ താഴെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ ട്രെൻഡ് ലൈന് വളരെ നാളുകളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നൊരു ട്രെൻഡ് ലൈനാണ്. നാളത്തെ ദിവസം ഈ ട്രെൻഡ് ലൈൻ നിർണായകമാണ്. ഓക്കെ, നാളത്തെ ദിവസം നമുക്ക് ഈ ട്രെൻഡ് ലൈൻ വളരെ നിർണായകമാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്ലാസ് നടത്തിയപ്പോൾ അന്ന് നമ്മൾ ഈ ട്രെൻഡ് ലൈനെ പറ്റി സംസാരിച്ചാണ്, അല്ലേ? അന്ന് മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻ വന്നിട്ടാണ് തിരിച്ച് കയറിപ്പോൾ. അന്ന് 25,000 റേഞ്ചിലായിരുന്നു, 25,169 എനിക്കിപ്പോഴും നമ്പർ ഓർമ്മയുണ്ട്. ആ റേഞ്ചിലായിരുന്നു മാർക്കറ്റ് നിന്നത്. ഇപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം ഇതുപോലെ തന്നെ മാർക്കറ്റ് നാളെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? തിരിച്ച് താഴോട്ട് ഇറങ്ങി വരും. അന്നേരപ്പോൾ ഈ ട്രെൻഡ് ലൈൻ വളരെ നിർണായകമാണ്.
ഓക്കെ, ഈ ട്രെൻഡ് ലൈനിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. ഈ ട്രെൻഡ് ലൈൻ പൊട്ടിയാൽ 25,129 ആണ്. കറക്റ്റ് ആ നമ്പറുടെ കിടപ്പുണ്ട്, 25,129. ഓക്കെ, ആ നമ്പറിൽ ഇവിടെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെന്ന്. പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ല, ഡീൽ ഉറപ്പിച്ച് തമ്മിൽ സമവായത്തിലെത്തി ഡീൽ ഉറപ്പിക്കുന്ന അറിയുകയാണെങ്കിൽ മാർക്കറ്റിന് ഒരു ഹ്യൂജ് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് 687 മുകളിൽ മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ന്യൂസ് വന്ന് ഞാൻ ജസ്റ്റ് ഒന്നും പറഞ്ഞേക്കാം നിങ്ങളോട്. ഒരു ഗ്ലോബൽ റേറ്റിംഗ് കമ്പനിയായ CLSA ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മോൾ ക്യാപ്പ് സെക്ടറിനെ റിസ്കി സെക്ടറായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്ന ന്യൂസാണ്. അപ്പം സ്മോൾ ക്യാപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പിന്നെയും അതിൻ്റെ ഏണിംഗ് പെർ ഷെയർ EPS കുറയുമെന്നാണ് പറഞ്ഞത്. ഏണിംഗ് പെർ ഷെയർ കുറയാനാണ് സാധ്യത എന്നാണ് അവർ പറയുന്നത്. അപ്പം അത് ഒരു ബ്രോഡർ മാർക്കറ്റിന് ചെറിയൊരു നെഗറ്റീവ്സുമാണ്. അപ്പം മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ ട്രേഡ് ചെയ്യുന്നവർ കുറച്ചൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. എന്തായാലും ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഈ ഇറാനും US തമ്മിലുള്ള സമവായമാണ്. ഇതിനകത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവോ നെഗറ്റീവോ ന്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ നന്നായിട്ട് ബാധിക്കും. എന്തായാലും നാളെ നമ്മുടെ മോഡി ഇന്ന് ഞാൻ ഇന്നലെ പറയാൻ ഇസ്രായേലിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നും നാളെയാണ് മോഡിയുടെ വിസിറ്റ് അവിടെ. നാളെ പുള്ളി തിരിച്ചു വരുമായിരിക്കും. അപ്പോൾ അഥവാ എന്തെങ്കിലും ഉണ്ടാകണെ തന്നെ പുള്ളി തിരിച്ചു വന്നതിന് ശേഷമേ സംഭവിക്കാൻ സാധ്യത ഉള്ളൂ. എന്തായാലും നമുക്ക് നാളെ കണ്ടറിയാം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അപ്പം ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലും ബാങ്ക് നിഫ്റ്റി ഞാൻ ഇന്നലെ പറഞ്ഞു നമുക്ക് നിർണായകമായിട്ട് 61,000 ആണ് വളരെ നിർണായകം. അവിടെ തന്നെ മാർക്കറ്റ് വന്ന് നിൽക്കുകയാണ്. ഇന്നലെ നമുക്ക് 61,000 നമുക്ക് കിട്ടിയായിരുന്നു. വേറെ കൂടുതലൊന്നും പറയാനില്ല. 61,000 നമ്മുടെ ഒരു കീ പോയിൻ്റാണ്. ഇവിടുന്ന് മോളോട്ടോ താഴോട്ടോ ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പ് ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിൻ്റെ കാരണം കൂടെ പറയാം. മിഡ് ക്യാപ്പിൻ്റെ ചാർട്ട് നോക്കിക്കേ. കൃത്യമായിട്ട് നമ്മൾ വരച്ച വരയ്ക്കകത്ത് തന്നെ മാർക്കറ്റ് നിന്നു ഇല്ലേ. രാവിലെ ഈ ഗ്യാപ്പ് അപ്പ് നമ്മുടെ വരയിൽ കിട്ടി. അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി നമ്മുടെ 587 തട്ടി നേരെ തിരിച്ചു വന്ന് വീണ്ടും 501 തട്ടി വീണ്ടും തിരിച്ച് മുകളിലോട്ട് കയറിപ്പോയി. ഓക്കെ, നമ്മുടെ റേഞ്ചിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇത് ഇങ്ങനെ നമ്മുടെ നിഫ്റ്റിയേക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്തു മിഡ് ക്യാപ്പ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഹീറോ മോട്ടോകോപ്പ് ആയിരുന്നു. ഹീറോ മോട്ടോകോപ്പ് ഏകദേശം 226 പോയിൻറ്റോളം ഒരു അപ്സൈഡ് ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് ഹീറോ മോട്ടോകോപ്പ്. അതുകൊണ്ടാണ് ഇന്ന് മിഡ് ക്യാപ്പ് നല്ല രീതിയിൽ മുകളിലോട്ട് പോയത്. അതിൻ്റെ കൂടെ തന്നെ BSEയും കൂടെ ചേർന്നു. അതുപോലെ തന്നെ HDFC AMC പിന്നെ പെർസിസ്റ്റൻസ് സിസ്റ്റവും ചെറിയ രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് മിഡ് ക്യാപ്പ് ഇന്ന് നല്ല രീതിയിൽ 100 പോയിൻറ്റിനടുത്ത് മിഡ് ക്യാപ്പ് പൊട്ടാതെ തന്നെ 100 പോയിൻറ്റ് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണിച്ചത്. ഓക്കെ, അപ്പോൾ നാളെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നാളെ ഇവിടെ 587 മുകളിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളു മുകളിലോട്ട്, ഇല്ലെങ്കിൽ നമുക്ക് താഴോട്ട് കാണേണ്ടി വരും. എന്തായാലും നാളെ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഇന്ന് രാത്രിയിലത്തെ ട്രംപിൻ്റെ ഡയലോഗും നാളെ എന്താണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ പോകുന്നതും ഒക്കെ ആയിരിക്കും നാളെ മാർക്കറ്റിനെ നയിക്കാൻ പോകുന്നത്. അപ്പം നാളെ രാവിലെ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യുക, പഠിക്കുക. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും പഠനത്തിൻ്റെ വില മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിച്ചാൽ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം കേട്ടിട്ടില്ലേ? വിദ്യ നിങ്ങളെ ആർക്കും തട്ടിപ്പറിക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനും നിങ്ങളുടെ കയ്യിൽ നിന്ന് വിദ്യയെ തട്ടിപ്പറിക്കാൻ പറ്റത്തില്ല. ആരൊക്കെ നിങ്ങൾക്ക് എന്ത് എതിര് നിന്ന് പറഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ വിദ്യ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.